ഗൈസ്, അപ്പൊ നമ്മള് പിന്നെ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങളായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് രാജ്യയിലെ രണ്ട് പ്രമുഖ ഫുട്ബോൾ താരങ്ങളായ മാറിനെയും ജോവൻ ക്ഷണിക്കുകയാണ്. അപ്പൊ ജോവനെ, വേൾഡ് കപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ കേരളത്തിലെ? വേൾഡ് കപ്പിനെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ കേരളവും ഫുട്ബോളും നമുക്കറിയാലോ, വളരെയേറെ വലിയൊരു ബന്ധമാണ് നമുക്ക് ഈ ഫുട്ബോൾ 4 വർഷം കൂടി വേൾഡ് കപ്പ് വരുമ്പോൾ നമ്മളതൊരു ഇവിടെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ വർഷം എല്ലാവരും പറയുന്നു ആരവങ്ങളൊക്കെ കുറവാണ്, പക്ഷെ ആരവങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. ഇന്നലെ തന്നെ കാണുകയുണ്ടായി, പലയിടത്തും ഫ്ലെക്സുകൾ വരുന്നു, കട്ടൗട്ടുകൾ വരുന്നു. അതുകൊണ്ട് ഈ ആഴ്ചയിലൂടെ നമുക്ക് ആ വേൾഡ് കപ്പിലെ വൈബിലേക്ക് നമ്മൾ എനർജിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അത്രയും മാറേ ടീം സ്ട്രക്ചറുകളിൽ ഒരു മാറ്റം വരുത്തുന്നത് വേൾഡ് കപ്പിൽ നമുക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 32 ടീംസിൽ നിന്ന് 48 ടീംസിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ഗെയിമിന്റെ ക്വാളിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യോ? അതിനൊരു എന്താണ് പറഞ്ഞ അഭിപ്രായം? ഇപ്പൊ ടീമിന്റെ സ്ട്രക്ചർ മാറ്റിയിട്ടുണ്ട്. 32 ടീമിൽ നിന്ന് 48 ടീമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമ്മുടെ ഗെയിമിനെ എഫക്ട് ചെയ്യാൻ പറ്റും. പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ കുറെ രാജ്യങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പുതിയ പുതിയ രാജ്യങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അവരുടെ കൾച്ചർ അവർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. പക്ഷെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗെയിമിന്റെ ക്വാളിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും അത് ഇമ്പാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ വേൾഡ് കപ്പിൽ എല്ലാ കളിക്കും പ്ലേയേഴ്സ് ടു വാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രീനിൽ കാണിക്കാറില്ലേ? അപ്പൊ ഈ വേൾഡ് കപ്പ് ടൂർണമെന്റ് ആർക്കൊക്കെയും പ്ലേയേഴ്സ് ടു വാച്ച്? പ്ലേയേഴ്സ് ടു വാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പല മികച്ച ടീം പ്രാവശ്യം ഇറങ്ങുന്നുണ്ട്. ടീം സ്ക്വാഡ് നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, വളരെ ഡെപ്തിലുള്ള പ്ലേയേഴ്സിനെയൊക്കെ ഇറക്കുന്നുണ്ട്. നല്ല സ്റ്റാർ വാല്യൂസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. ലുക്കിംഗ് ഫോർവേഡ് പോർച്ചുഗൽ നോക്കുകയാണെങ്കിൽ വിറ്റിന ജാവനോവാസ്. ദെൻ ഫ്രാൻസ് നോക്കുകയാണെങ്കിൽ എംബാപ്പെ, ഒഡീസെ, ഡെംബലെ, ഡുവെ ഒക്കെ കുറെ അധികം പ്ലേയേഴ്സ് ഉണ്ട്. അർജന്റീനയിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ക്യാപ്റ്റനായ ലിയോണൽ മെസ്സി, പിന്നെ ഗോൾ കീപ്പർ എമി മാർട്ടീനസ്, പിന്നെ അൽവാരസ്, ഇവരൊക്കെ നല്ലോണം കളിക്കും. സ്പെയിനിന്റെ കാര്യം നോക്കുവാണെങ്കിൽ സ്പീഡി വിങ്ങേഴ്സ് ആയ ലെമീൻ യമാൽ, നീക്കോ വില്യംസ്, അങ്ങനെ ഫോർവേഡ് ഫെറാൻ ടോറസ്. അപ്പൊ അങ്ങനെ സ്പെയിനിൽ ഓൾറൗണ്ട് ആയിട്ട് എല്ലാവരും കളിക്കുന്ന ഒരു ടീമായിട്ടാണ് സ്പെയിനിനെ ഞാൻ കാണുന്നത്. ബ്രസീലിന് ഒടുക്കത്തെ ടീമാണ്. എന്റെ പോലും അറ്റാക്ക് തന്നെ ആരൊക്കെ, റഫീഞ്ഞ, വിനീഷ്യസ്, പിന്നെ നെയ്മറിലെ കൺട്രോൾ നടുവ് തന്നെ കൺട്രോൾ ചെയ്ത് കളി പിടിച്ചു വെക്കാൻ. അപ്പൊ അവരെന്തായാലും കാണണം ബ്രസീലിന്റെ കളി എങ്ങനെ ഉണ്ടാവും. പിന്നെ ആഞ്ചലോട്ടി പുതിയ മാനേജർ ഒക്കെ വന്നു, നല്ല രസമായിരിക്കും കളി. അപ്പൊ ഈ ക്വിക്ക് ആയിട്ട് കൗണ്ടർ നടത്താൻ പറ്റിയ 2 ടീമുകൾ ഏതൊക്കെ ആയിരിക്കും? സ്പീഡി കൗണ്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഫ്രാൻസ് തന്നെയാണ് നമുക്ക് ഏറ്റവും പേടിക്കാനുള്ള ടീം. പണ്ടത്തെ നമുക്ക് ടിയറി ഹെൻറിയുടെ കാലം തൊട്ടേ സ്പീഡി ഗെയിം കളിക്കുന്ന ടീമാണ് ഫ്രാൻസ്. സ്പീഡി വിങ്ങേഴ്സ് ഫ്രാൻസിൻ്റെ മെയിൻ ക്വാളിറ്റിയിലാണ്. ഡെംബലെ, എംബാപ്പെ, ഡുവെ, ബാർക്കോള, ഒലീസെ, യെസ്, എല്ലാം സ്പീഡി വിങ്ങേഴ്സ് ആണ്. അതുകൊണ്ട് സ്പീഡി കൗണ്ടർ അടിക്കാനാണെങ്കിൽ ഫ്രാൻസ് ആണ് ഫ്രണ്ടിൽ ടീം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. അപ്പോൾ ഫ്രാൻസ് കഴിഞ്ഞിട്ട് പറയുമ്പോൾ ഇനി ബ്രസീലുണ്ട്. ബ്രസീലിനും വിങ്ങേഴ്സ് ഉണ്ട്, റഫീനിയ, വിനീഷ്യസ്. ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് പറയുമ്പോൾ ഫ്രാൻസ് ആണ് പറയുന്നത് സ്പീഡി ഗെയിം കളിക്കുമ്പോൾ. ഇപ്പൊ കൗണ്ടർ ഒക്കെ കാണാം, പക്ഷെ ഈ കൗണ്ടർ പൊട്ടിക്കണമെങ്കിൽ ഡിഫൻസും പൊട്ടിക്കണല്ലോ. ഈ ഡിഫൻസ് പൊട്ടിക്കാത്ത ടീം ആരൊക്കെ ആയിരിക്കും? അത് നെതർലാൻഡ്സ് ആവാനാണ് എൻ്റെ ഒരു അഭിപ്രായം. നെതർലാൻഡ്സിന്റെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. വാൻഡൈക്കാണ് സെന്ററിൽ ക്യാപ്റ്റനായിട്ട് ഇരിക്കുന്നത്. കൂടെ വാൻ, ഡംഫ്രീസ്, അങ്ങനെ കുറെ പേരുണ്ട്. അവരൊക്കെ അവരൊക്കെ ഉണ്ട്. അവരൊക്കെ വെട്ടിച്ചോ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. നെതർലാൻഡ്സ് ഒക്കെ അടിപൊളി കളിയായിരിക്കും. നെതർലാൻഡ്സിൽ ഇനിയും ലൈനപ്സ് ഉണ്ട്, അപ്പൊ നെതർലാൻഡ്സിനെ തോൽപ്പിക്കാനായിരിക്കും കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ട് വരും.